കേരള ക്രിക്കറ്റ് ലീഗിൽ ഏരീസ് കൊല്ലം സെയിലേഴ്സിന് ജയം. തൃശൂർ ടൈറ്റൻസിനെ പരാജയപ്പെടുത്തിയത് 8 വിക്കറ്റിന്. വിഷ്ണു വിനോദിന് അർദ്ധ സെഞ്ചുറി. നിഖിൽ കുമാർ ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, വിഷ്ണു വിനോദിന്റെ വെടിക്കെട്ട് ബാറ്റിംഗ്, ഒപ്പം തൃശൂർ ടൈറ്റൻസിന്റെ ആദ്യ തോൽവിയും അല്ലേ? അങ്ങനെയല്ലേ ഇതിനെ നമുക്ക് വിലയിരുത്തേണ്ടത്? രോഹിണി, അതായത് വിഷ്ണുവിൻ്റെ വെടിക്കെട്ട്, ആ വെടിക്കെട്ടിൽ തന്നെയാണ് തൃശ്ശൂരിനെതിരെ കൊല്ലത്തിന് ഒരു ഗംഭീരമായ വിജയം സ്വന്തമാക്കാനായത്. അതായത് വിഷ്ണു 38 പന്തിൽ നിന്ന് 86 റൺസുകളാണ് അടിച്ചുവിട്ടത്. അതുകൊണ്ട് തന്നെ ഒരു അനായാസ ജയം തന്നെ കൊല്ലത്തിന് സ്വന്തമാക്കാനായി എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഇന്നിങ്സിൽ 8 സിക്സും 7 ബൗണ്ടറികൾ, 7 ഫോറുകളും നേടിയാണ് വിഷ്ണു 86 റൺസ് അടിച്ചുകൂട്ടിയതെന്ന് പറയാൻ സാധിക്കും. വിഷ്ണു ഇന്ന് കഴിഞ്ഞ കളിയും, അതായത് ഇന്നലത്തെ കളിയും കൊച്ചിക്കെതിരെയും ഗംഭീര പ്രകടനം കാഴ്ചവെച്ചിരുന്നു. 94 റൺസാണ് വിഷ്ണു നേടിയത്. ഇങ്ങനെ ഈ 2 മത്സരങ്ങളിലെ ഗംഭീര പ്രകടനം വിഷ്ണുവിനെ ഓറഞ്ച് ക്യാപ്പിന്, അതായത് ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന താരത്തിലുള്ള ഓറഞ്ച് ക്യാപ്പ് നിലവിൽ വിഷ്ണുവാണ് സ്വന്തമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തായാലും വിഷ്ണുവിൻ്റെ ആ ഒരു 86 റൺസ് പ്രകടനം, ഒപ്പം തന്നെ നായകൻ സച്ചിൻ ബേബിയുടെ 32 റൺസ് പ്രകടനം, ഇത് രണ്ടും കൂടി ചേർന്നാണ് ഒരു അനായാസ ജയം. 144, 145 എന്നുള്ള ആ ഒരു വിജയലക്ഷ്യം അനായാസത്തിൽ അത് 14ാമത്തെ ഓവറിൽ തന്നെ മറികടക്കുന്ന ഒരു കാഴ്ച എന്തായാലും കാണാനായി. ഇനി മറുവശത്ത് തൃശ്ശൂരിൻ്റെ ബാറ്റിങ്ങിലേക്ക് വന്നാൽ ആനന്ദ് കൃഷ്ണനും ഒപ്പം തന്നെ അക്ഷയ് മനോഹറും, ഈ 2 പേരുടെ പ്രകടനം ഒഴിച്ചാൽ ബാക്കി തൃശ്ശൂർ താരങ്ങളുടെ പ്രകടനം അത് നിരാശപ്പെടുത്തുന്നു തന്നെയായിരുന്നു. ആനന്ദ് കൃഷ്ണൻ 38 പന്തിൽ 41 റൺസ് സ്വന്തമാക്കി. അക്ഷയ് മനോഹർ 24 റൺസാണ് സ്വന്തമാക്കിയത്. ഈ 2 പ്രകടനം ഒഴിച്ചാൽ ബാക്കി തൃശ്ശൂരിൻ്റെ താരങ്ങളൊക്കെ തന്നെ നിരാശപ്പെടുന്നൊരു കാഴ്ച. അതിൽ തന്നെ എടുത്തു പറയേണ്ടത് ഈ കൊല്ലം സെയിലേഴ്സിൻ്റെ ബോളർമാരുടെ പ്രകടനമാണ്. അതിൽ ഏറ്റവും ശ്രദ്ധേയം അജയ് ഘോഷിൻ്റെ ആ ഒരു പ്രകടനമാണ്. നമ്മൾ ഇന്നലെ അജയ് ഘോഷിനെ പ്രകടനത്തെ പറ്റി പറഞ്ഞിരുന്നു. ഇന്ന് രാവിലെ നമ്മൾ അജയ് ഘോഷിനെ ജനൻ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരുന്നു. ഇന്നലത്തെ മത്സരത്തിൽ നിർണായകമായി സഞ്ജു സാംസന്റെ വിക്കറ്റ് സ്വന്തമാക്കിയ താരം കൂടിയാണ് അജയ് ഘോഷ്. അജയ് ഘോഷ് ഇന്നലെ ഇമ്പാക്ട് പ്ലെയറായി ആണ് ഇറങ്ങി മികച്ച പ്രകടനം കാഴ്ചവെച്ചതെങ്കിൽ ഇന്ന് പ്ലേയിങ് 11ലേക്ക് അജയ് ഘോഷ് എത്തുന്നൊരു കാഴ്ച. 3.5 ഓവറിൽ 27 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളാണ് അജയ് ഘോഷ് സ്വന്തമാക്കിയത് എന്നുള്ളതാണ്. അജയ് ഘോഷിൻ്റെ ഒരു പ്രകടനം ഇന്ന് ഈ തൃശ്ശൂർ ടൈറ്റൻസിനെ വരിഞ്ഞു മുറുക്കാൻ കൊല്ലത്തിന് സഹായകമായി എന്നുള്ളതാണ്. ഒപ്പം തന്നെ അമലേജിയുടെ 3 വിക്കറ്റ് പ്രകടനവും, ഒപ്പം ഷറഫുദ്ദീൻ 2 വിക്കറ്റും, MS അഖിൽ 1 വിക്കറ്റും വീഴ്ത്തുന്ന ഒരു കാഴ്ച. അങ്ങനെ നിശ്ചിത ഓവറിന് മുമ്പ് തന്നെ, അതായത് 19ാമത്തെ ഓവർ 19.5 ഓവർ 20 ഓവർ പൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ 144 എന്നൊരു സ്കോറിന് തൃശ്ശൂർ ടൈറ്റൻസ് പുറത്താവുന്ന ഒരു കാഴ്ച എന്തായാലും കാണാനായി. മത്സരത്തിൽ 86 റൺ സ്വന്തമാക്കിയ വിഷ്ണു വിനോദ് തന്നെയാണ് കളിയിലെ താരം ആയി എന്തായാലും ഇപ്പോൾ തെരഞ്ഞെടുത്തിരുന്നത്. കൊല്ലത്തെ സംബന്ധിച്ച് ആദ്യ മത്സരത്തിൽ വിജയിച്ചെങ്കിൽ പിന്നീടുള്ള 2 മത്സരങ്ങളിൽ അത് നേരിയ രീതിയിലുള്ള പരാജയം, അത് നിർഭാഗ്യം കൊണ്ടുള്ള തോൽവി എന്ന് പറയാൻ സാധിക്കും. ഇന്നലെ കൊച്ചിക്കെതിരെ അവസാന പന്തിൽ ഒരു തോൽവി വഴങ്ങുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. അതിന് തൊട്ട് മുമ്പ് അതുതന്നെയാണ് ട്രിവാൻഡ്രം റോയൽസിനെതിരെയും ഒരു നേരിയ തോൽവി അവസാന നിമിഷം ഉണ്ടാകുന്നൊരു കാഴ്ച. ആ 2 തോൽവികളിൽ നിന്ന് മറികടക്കാൻ ഇന്ന് ഗംഭീരമായി തിരിച്ചു വരിക. ഒപ്പം തന്നെ പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് 4 പോയിന്റുമായി 4 മത്സരങ്ങളിൽ നിന്ന് 2 ജയം 2 തോൽവിയുമായി 4 പോയിന്റുമായി പോയിന്റ് പട്ടികയിൽ മുകളിലേക്ക് കയറുന്നൊരു കാഴ്ച. അതോടൊപ്പം വരുന്ന മത്സരങ്ങളിൽ ഊർജ്ജം നൽകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് അവരുടെ നെറ്റ് റൺ റേറ്റിൽ വലിയ രീതിയിലുള്ള വർധനവ്. കാരണം ഇന്ന് ഈ 14ാമത്തെ ഓവറിൽ വിജയം സ്വന്തമാക്കി, അതായത് ഏകദേശം 6 ഓവറോളം ബാക്കി നിൽക്കെയാണ് വിജയം സ്വന്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഒരു നെറ്റ് റൺ റേറ്റിൽ വലിയ രീതിയിലുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. അതും വരാനിരിക്കുന്ന മത്സരങ്ങളിലൊക്കെ നിർണായകമാകും. കാരണം പോയിന്റ് പട്ടികയിൽ അവസാന നിമിഷം സെമി ഫൈനൽ നോക്കൌട്ടിനെ അടുക്കുമ്പോൾ തന്നെ ഈ നെറ്റ് റൺ റേറ്റ് വലിയ രീതിയിലുള്ള സ്വാധീനം ചെലുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഇപ്പോൾ തന്നെ എല്ലാ ടീമും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതിയാണ് കേരള ക്രിക്കറ്റ് ലീഗിലുള്ളത്. അതുകൊണ്ട് തന്നെ അവസാനം എത്തുമ്പോൾ ഈ നെറ്റ് റൺ റേറ്റ് പലപ്പോഴും അത് ടീമുകൾക്ക് ഉപകാരമാകും, അല്ലെങ്കിൽ സഹായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ സ്റ്റേഡിയത്തിനുള്ളിൽ ട്രിവാൻഡ്രം റോയൽസും ഒപ്പം ആലപ്പി റിപ്പിൾസും തമ്മിലുള്ള മത്സരം അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. രോഹിണി, ശരി. നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.